എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു രക്തപ്പുഴ സമ്മാനിച്ച് ഒരു ചോരക്കളം എന്നൊക്കെ പറയാം. നമ്മുടെ മാർക്കറ്റ് അതിദയനീയമായ അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും അതാത് സമയങ്ങളിൽ അതാത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ചങ്കിടിപ്പ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു കയറ്റത്തിനൊടുവിൽ ഒരു ഇറക്കം എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വർഷങ്ങളായി അത് സംഭവിക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ ടെൻഷനും FIAസിൻ്റെ പിന്മാറ്റവും ഇതാണ് സത്യത്തിൽ 7.35 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസും HDFCയും ശരിക്കും ഇന്ന് വലയ്ക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന് ഇനിയൊരു ഊഴം നൽകേണ്ടെന്ന തീരുമാനത്തിലാണോ ഇന്ത്യക്കാർ എന്ന് ചിന്തിച്ചു പോവുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ അധികാരത്തിലേറുക ഒരു കൂട്ടുകക്ഷി സർക്കാരായിരിക്കുമോ? അങ്ങനെ കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ വന്നാൽ നയരൂപീകരണങ്ങളിൽ വല്ല ഫാൾട്ടുകളും സംഭവിക്കുമോ? രാജ്യത്ത് വോട്ടെടുപ്പ് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ടെൻഷൻ കൊടുങ്കാറ്റായി ആഞ്ഞുവീശുന്നതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. FIAs ആകട്ടെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ തുടരുന്നത് നഷ്ടക്കച്ചവടമാകുമെന്ന് വിലയിരുത്തി അവരുടെ ഇൻവെസ്റ്റ് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ DIAസും അവർ ഷെയറുകളിൽ നിന്ന് തൽക്കാലം അകന്നു നിൽക്കാനുള്ള പ്രവണതയിലാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ അത്ര ആശാവഹമല്ലാത്ത പ്രവർത്തന ഫലവും ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും RBIയുടെ കർശന ചട്ടങ്ങളും ഇതോടൊപ്പം നമ്മുടെ മാർക്കറ്റിനെ വലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിണിത ഫലമോ? ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ഇൻഡെക്സുകൾ നേരിട്ടത് കനത്ത തകർച്ചയും. മാർക്കറ്റിലെ വോളറ്റൈലിറ്റിയുടെ തോത് വെളിപ്പെടുത്തുന്ന ഇന്ത്യ വിക്സ് 6.5% കുതിച്ച് 18.20 ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ടെൻഷൻ ആളുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. തുടർച്ചയായ 11ാം ദിവസമാണ് ഇന്ത്യ വിക്സ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസുമൊക്കെ 85% സക്സസ് ആവുന്നുണ്ട്. നിഫ്റ്റി സ്പോട്ട് 21,968 ഫസ്റ്റ് സപ്പോർട്ടായി 21,854 സെക്കൻഡ് 21,775 തേർഡ് 21,710 ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,050 ഫസ്റ്റും 22,182 സെക്കൻഡും 22,304 305 തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,515 സ്പോട്ട് റേറ്റ്, 47,443 ഫസ്റ്റ് സപ്പോർട്ടും 47,321 സെക്കൻഡും 47,195 തേർഡുമായിരിക്കും. 47,585 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആവുമ്പോൾ 47,716 സെക്കൻഡും 47,910 തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇന്നലെ തന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ഹിന്ദ് പെട്രോ ആണ്. ഹിന്ദ് പെട്രോ 528.50 ഒരു ബൈ എൻട്രിയാണ് പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്ത് 527 ഹൈ പോയത് 528 528.50 വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. പിന്നീട് മാർക്കറ്റ് താഴേക്കാണ് വന്നത്, അതുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത്തേത് ടാറ്റ മോട്ടോഴ്സാണ്. അതിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഇൻട്രാഡേ ചെയ്യുന്നത്. കാരണം മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഇന്ന് ഓപ്ഷൻ വല്ലാതെ നിന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലും ഓപ്ഷൻ ഇപ്പോൾ വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. 4-5 സിഗ്നലാണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാനും ഇതിൽ ബുക്ക് ചെയ്തു. നമ്മൾ 1015 ബൈ എൻട്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഗ്രൂപ്പൊക്കെ സെർച്ച് ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് വന്നപ്പോഴേക്കും 1023 ആയി. പക്ഷേ വീട്ടിൽ 1023 1011 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നീട് നമ്മുടെ എൻട്രി ആയ 1015 കൂളായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. അത് വാച്ച് ചെയ്തവർക്ക് ഹൈ പോയത് 1043. പക്ഷേ ഇവിടെ 1037 പോയിൻ്റ് ശേഷം ഒരു കൺസോൾട്ടേഷനിലൂടെ താഴെ വന്ന് 1021 വീണ്ടും വന്ന് 1018 വരെ വന്നു. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയതാണ് 1043. അപ്പോൾ ഫസ്റ്റ് 1023 എടുത്തിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ
1029 ഒരു കൺസോൾട്ടേഷൻ കണ്ടപ്പോൾ ഞാൻ എക്സിറ്റായി. പിന്നീട് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ സ്റ്റോക്ക് കയറിപ്പോയി. അപ്പോൾ ഇതിൽ നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ജി പവറാണ്. ജി പവറിൽ ഒരു ബൈ എൻട്രിയാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത്. $585 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 581 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 589, 592 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് HDFC AMC ആണ്. അതിലൊരു സെൽ എൻട്രിയാണ് നമുക്കുള്ളത്. $3599 ഒരു സെൽ എൻട്രി പോസിബിളാണ്. 3605 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 3615 നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 3580, 3568 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഏകദേശം 3520 പോയാലും അത്ഭുതപ്പെടാനില്ല. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.